Welcome to 14th session of our subject English for Communication. Today we are going to cover Module 1 Core Text 2. രണ്ടാമത്തെ കോർ ടെസ്റ്റാണ് മൊഡ്യൂൾ 1 രണ്ടാമത്തെ കോർ ടെസ്റ്റാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ജെറമീസ് ഫസ്റ്റ് ഹണ്ട്. ടോപ്പിക് ഈസ് ജെറമീസ് ഫസ്റ്റ് ഹണ്ട്. ജെറേമിയുടെ ആദ്യത്തെ ഹണ്ട്, വേട്ട എന്നർത്ഥം. It is written by Arthur Gordon. Arthur Gordon was an American writer whose career as an author and editor spanned more than half a century. അരനൂറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുത്തുകാരനായിരുന്നു, ഒരു എഡിറ്ററും കൂടിയായിരുന്നു. അരനൂറ്റാണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ ഉണ്ടായിരുന്ന ആസ് ഇറ്റ് ഈസ്. ന്യൂ വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്. പുതിയ വേർഡ്സുകൾ ചിലത് വരുന്നുണ്ട് ഇതിൽ, നമുക്ക് നോക്കാം. കാമോഫ്ലേജ് എന്ന വേർഡ്, പൊതുവെ പട്ടാളക്കാർ ധരിക്കുന്ന ഡ്രസ്സിനൊക്കെയാണ് പൊതുവെ കാമോഫ്ലേജ് ഡ്രസ്സ് എന്ന് പറയുക. മൾട്ടി കളേർഡ് ആയിരിക്കും. വേ ഓഫ് ഹൈഡിങ് സംതിങ് വിത്ത് പെയിൻസ്, ലീവ്സ് എക്സെട്ര. വെയ്ഡ്, വാക്ക് വിത്ത് ആൻ എഫേർട്ട് ത്രൂ വാട്ടർ ഓർ മഡ്. ചളിവെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ വെയ്ഡ്, കാല് വലിച്ചിട്ടാണ് നടക്കാൻ പറ്റും നമുക്ക്, അതിനെയാണ് വെയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഡെക്കോയ് എന്ന് പറഞ്ഞാൽ എര പിടിക്കുക, എര ആയിട്ട് വയ്ക്കുക. എ ബേർഡ് ഓർ അനിമൽ ഓർ എ മോഡൽ ഓഫ് വൺ യൂസ്ഡ് ബൈ ഹണ്ടേഴ്സ് ടു അട്രാക്ട് അതർ ബേർഡ്സ് ഓർ അനിമൽസ്. ഒരു എരയായിട്ട് ഒരു ഇതിനെ വെക്കും, അപ്പോൾ അതിനൊക്കെ കണ്ടിട്ട് അട്രാക്ട് ചെയ്തിട്ട് മറ്റ് ബേർഡ്സോ അനിമൽസൊക്കെ വരും. പിന്നെ ഡെക്കോയ് എന്ന് പറഞ്ഞാൽ എര എന്നാണ് അർത്ഥം വരിക. മല്ലാഡ് എന്ന് പറഞ്ഞാൽ കോമൺ വൈൽഡ് ഡെക്ക്, ഒരു വൈൽഡ് ഡെക്ക്, സാധാരണ കാണുന്ന ഒരു കാട്ടു താറാവാണ് മല്ലാഡ് എന്ന് പറയുന്നത്. കഥയിലേക്ക് പോവാം നമുക്ക്. ജെറമീസ് ഫസ്റ്റ് ഹണ്ട് ഈസ് ടേക്കൺ ഫ്രം ഹിസ് 1983 collection of stories entitled Through Many Windows. Let us listen to the story of Jeremy and his father. ജെറേമിയും അദ്ദേഹത്തിൻ്റെ ഫാദറും തമ്മിലുള്ള ഒരു കഥയാണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ് ഫാദർ സെഡ്, ആൾ സെറ്റ് ബോയ്. ഫാദർ ചോദിക്കുകയാണ് മോൻ്റെ അടുത്ത്, ജെറേമിയുടെ അടുത്ത്, മോനെ എല്ലാം റെഡിയാണോ? ആൾ സെറ്റ് ബോയ്, മോനെ റെഡിയാണോ? ആൻഡ് ജെറേമി നോഡഡ് ക്വിക്ക്ലി. നോഡഡ് എന്ന് പറഞ്ഞാൽ തല കുലുക്കുക, പെട്ടെന്ന് തല കുലുക്കുക, ആ റെഡിയാണ് എന്നുള്ള അർത്ഥത്തിൽ. പിക്കിംഗ് അപ്പ് ഹിസ് ഗൺ, അതിനുശേഷം പെട്ടെന്ന് അവൻ്റെ ഗണ്ണ് പിക്ക് ചെയ്തു. വിത്ത് ഓക്വേർഡ് മിറ്റ് ആൻഡ് ഹാൻഡ്സ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്ലൗസാണ് അണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് അവൻ കൈകളുകൊണ്ട് ഗണ്ണ് പിക്ക് ചെയ്ത് റെഡി എന്ന് പറഞ്ഞ് തല കുലുക്കി. ഹിസ് ഫാദർ പുഷ്ഡ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ രണ്ടുപേരും കൂടിയും ആദ്യമായിട്ട് അവൻ ഇന്ന് ഹണ്ടിങ്ങിന് പോയി തുടങ്ങുകയാണ് ഫാദറിൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ഹിസ് ഫാദർ പുഷ്ഡ് ഓപ്പൺ ദ ഡോർ. ഡോർ തള്ളി തുറന്ന് അദ്ദേഹം പുറത്തോട്ട് വന്നു. ആൻഡ് ദേ വെൻറ്റ് ഔട്ട് ഇൻ ടു ദ ഫ്രീസിങ് ഡോൺ ടുഗദർ. തണുത്തു വിറയ്ക്കുന്ന പ്രഭാതം. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം, അതിരാവിലെ. തണുത്തു വിറയ്ക്കുന്ന ആ മഞ്ഞിലോട്ട് അവർ പുറത്തോട്ട് ഇറങ്ങി. ലീവിങ് ദ സ്നഗ് സെക്യൂരിറ്റി ഓഫ് ദ ഷാക്ക്. ഷാക്ക് എന്ന് പറഞ്ഞാൽ ഹട്ട്, HUT, ഹട്ട്. ഷാക്ക് എന്ന് പറഞ്ഞാൽ കുടിൽ എന്നർത്ഥം. അപ്പോൾ അവർ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ കുടിലിൽ, തണുപ്പിൽ നിന്നും. അപ്പോൾ അത് വിട്ടുകൊണ്ടാണ് അവർ ഡോർ തള്ളി തുറന്ന് പുറത്തോട്ട് വന്നത്. ദ വാംത്ത് ഓഫ് ദ കെറോസിൻ സ്റ്റവ്. അവിടെ കെറോസിൻ സ്റ്റവിൻ്റെ ചൂടൊക്കെ ഉണ്ടായിരുന്നു ആ ഹട്ടിൻ്റെ ഉള്ളിൽ, ആ ഷാക്കിൻ്റെ ഉള്ളിൽ. ദ കമ്പാനിയനബിൾ സ്മെൽ ഓഫ് ബേക്കൺ ആൻഡ് കോഫി. കമ്പാനിയനബിൾ സ്മെൽ, ഇഷ്ടപ്പെടുന്ന സ്മെൽ ഓഫ് ബേക്കൺ ആൻഡ് കോഫി. ഒരു പന്നിയിറച്ചിയുടെയും കോഫിയുടെയൊക്കെ ഒരു സ്മെല്ലും കൂടി ആ കുടിലിനകത്ത് അല്ലെങ്കിൽ ആ ഷാക്കിനകത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ടാണ് അവർ ഡോർ തള്ളി തുറന്ന് പുറത്തോട്ട് വന്നത്. ദേ സ്റ്റുഡ് ഫോർ എ മൊമെൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷാക്ക്. ഒരു നിമിഷം അവർ ആ ഷാക്ക് അല്ലെങ്കിൽ ഹട്ടിൻ്റെ മുമ്പിൽ നിന്നു. ദെയർ ബ്രീത്ത്സ് വൈറ്റ് ഇൻ ദി ഐസി എയർ. അപ്പോൾ തണുപ്പാണ്, ധാരാളം മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്വസിക്കുമ്പോൾ പെട്ടെന്ന് വായുവിൽ നമ്മൾ ഐസ് ഫോം എന്ന് പറഞ്ഞാൽ കാണാം, വെള്ള കളർ കാണാം. എഹെഡ് ഓഫ് ദം വാസ് ഓൺലി ദ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് മാർഷ് എന്ന ചതുപ്പ് നിലം. അവിടെ കാണാണ്ടായിരുന്ന ചതുപ്പ് നിലം മാത്രമായിരുന്നു. ആൻഡ് വാട്ടർ ആൻഡ് സ്കൈ, വെള്ളവും ഉണ്ടായിരുന്നു, ആകാശവും ഉണ്ടായിരുന്നു. ഓർഡിനറിലി, സാധാരണയായി, ജെറേമി വുഡ് ഹാവ് ആസ്ക്ഡ് ഹിസ് ഫാദർ ടു വെയിറ്റ് വൈൽ ഹി ഫസ്റ്റഡ് അറൗണ്ട് വിത്ത് ഹിസ് ക്യാമറ. സാധാരണ എവിടേക്കെങ്കിലും പോകാൻ ആണെങ്കിൽ അവൻ എന്ത് ചെയ്യാറുണ്ട്? ഹി ഫസ്റ്റഡ് അറൗണ്ട് വിത്ത് ഹിസ് ക്യാമറ. ക്യാമറയിൽ കളിച്ചും കൊണ്ടിരിക്കുകയാണ് പൊതുവേ എപ്പോഴും പതിവ്. ട്രൈങ് ടു റെക്കോർഡ് ദ ബ്ലീക്ക് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് ഗ്രേ ആൻഡ് സിൽവർ. അതിൻ്റെ കളർ അഡ്ജസ്റ്റ്മെൻറ്റും അതുമായിട്ട് ഏത് നേരം ക്യാമറയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇന്ന് അതുണ്ടായില്ല. ബട്ട് നോട്ട് ദിസ് മോർണിംഗ്. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവൻ റെഡി ആയിരുന്നു. ദിസ് വാസ് ദ മോർണിംഗ് സോളം ആൻഡ് സേക്രഡ്. അവനെ സംബന്ധിച്ചോളം അവൻ്റെ ഹണ്ടിങ്ങിൻ്റെ തുടക്കം കുറിക്കുകയാണ്. വെൻ 14 years old, ജെറമി വാസ് ടു ബി ഇനീഷ്യേറ്റഡ് ഇൻ ടു ദ മിസ്റ്റിക് റൈറ്റ്സ് ഓഫ് ഡക്ക് ഷൂട്ടിംഗ്. ഡക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി അവർ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവനിന്ന് ഒരു ഡിലേയും ഉണ്ടായില്ല. ആൻഡ് ഹി ഹെയ്റ്റഡ് ഇറ്റ്.
അവനോട് വെറുപ്പായിരുന്നു പൊതുവേ. ഹാഡ് ഹേറ്റഡ് ദ ഹോൾ ഐഡിയ എവർ സിൻസ് ഹിസ് ഫാദർ ഹാഡ് ബോട്ട് ഹിം എ ഗൺ. എന്ന് മുതലാണോ അവന് ഗണ്ണ് ഫാദർ വാങ്ങിച്ചു കൊടുത്ത്. ഹാഡ് ടോട്ട് ഹിം ടു ഷൂട്ട് ക്ലേ പൈജിയൻസ്. പൈജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രാവ്, ക്ലേ പൈജിയൻ, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രാവ്. അപ്പോൾ അതിലേക്ക് അതിങ്ങനെ ഫ്ലൈ ചെയ്ത് വിടും അതിനെ എറിഞ്ഞ്. അപ്പോൾ അതിലേക്കോട്ട് ഷൂട്ട് ചെയ്യുക. അങ്ങനെയാണ് ആക്ച്വലി പറക്കുന്ന ബേഡ്സിനെ ഷൂട്ട് ചെയ്യാൻ പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളതെല്ലാം. ഹാഡ് പ്രോമിസ്ഡ് ഹിം എ ട്രിപ്പ് ടു ദിസ് ഐലൻഡ് ഇൻ ദ ബേ. അങ്ങനെ ആ ഒരു ദിവസം അവനോട് പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഐലൻഡിൽ കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർ ആ ഐലൻഡിലോട്ട് പോവുകയാണ്. ബട്ട് ഹി വാസ് ഡിറ്റർമിൻഡ് ടു ഗോ ത്രൂ വിത്ത് ഇറ്റ്. അവന് ഇഷ്ടമല്ല എന്നാൽ കൂടി അവനോട് പോകാൻ തീരുമാനിക്കുകയാണ് അവൻ ആ പ്രോസസ്സിലോട്ട്. ഹി ലവ്ഡ് ഹിസ് ഫാദർ. എന്താണ് കാരണം? ഹി ലവ്ഡ് ഹിസ് ഫാദർ. ഫാദറിനെ നല്ല ഇഷ്ടമായിരുന്നു. വാണ്ടഡ് മോർ ദാൻ എനിത്തിങ് ഇൻ ദ വേൾഡ് ഹിസ് അപ്രൂവൽ. ലോകത്തിലെ മറ്റെന്തിനേക്കാട്ടിലും അവന് ആഗ്രഹം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ, അദ്ദേഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഇഫ് ഓൺലി ഹി കുഡ് കണ്ടക്ട് ഹിംസെൽഫ് പ്രോപ്പർലി ദിസ് മോർണിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു ഡിലേയും ഇല്ലാതെ അവൻ റെഡിയായത്. ഹി ന്യൂ ദാറ്റ് ഹി വുഡ് ഗെറ്റ് ഇറ്റ്. ഓക്കെ, അതിനുശേഷം മുമ്പോട്ട് പോകുന്നു നമ്മൾ. ദേ കെയിം ടു ദി ബ്ലൈൻഡ് ആൻഡ് നാരോ കാമഫ്ലേജ്ഡ് പിറ്റ് ഫേസ് ഇൻ ദ ബേ. അവരങ്ങനെ ഷൂട്ടിങ്ങിന് പോയി. അവിടെ ഒരു ഇടുങ്ങിയ നാരോ കാമഫ്ലേജ്ഡ് മൾട്ടി കളേർഡായിട്ടുള്ള ഒരു കുഴി പിറ്റിയിലോട്ട് എത്തുന്നു. ഫേസ് ഇൻ ദ ബേയിലോട്ട് ഫേസ് ചെയ്തുള്ള കുഴിയിൽ അവിടെ എത്തുകയാണ് അവർ. വളരെ ഇടുങ്ങിയൊരു ഏരിയയാണ്. ഇൻ ഇറ്റ് വാസ് എ ബെഞ്ച്. ആ പിറ്റിനകത്ത് ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. എ ഷെൽഫ് ഫോർ ഷോർട്ട് ഗൺ ഷെൽസ്. വെടിയുണ്ടകൾ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ഗണ്ണിൻ്റെ വെടിയുണ്ടകൾ ഷെൽസ് അല്ലെങ്കിൽ ഉണ്ടകൾ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു. നത്തിങ് എൽസ്. വേറെ ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ജെറമി സാറ്റ് ഡൗൺ ടെൻസ്ലി. ജെറമിക്ക് ചെറിയതായ ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നു. വെയിറ്റഡ് വൈൽ ഹിസ് ഫാദർ വെയ്ഡഡ് ഔട്ട് വിത്ത് ആൻ ആം ഫുൾ ഓഫ് ഡിക്കോയ്സ്. അദ്ദേഹം ആ ചളിവെള്ളത്തിലൂടെ കാലുകൾ വലിച്ച് നീങ്ങി കുറച്ച് ഡെക്കോയ്സിനെ, ഇരകളെ പിടിച്ചു കൊണ്ടുവന്നു. ലൈറ്റ് വാസ് പോറിങ് ഇൻ ടു ദ സ്കൈ നൗ. ഇപ്പോൾ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ട് വരികയാണ്. ചെറുതായിട്ട് പ്രകാശം പരന്നുകൊണ്ടിരിക്കുന്നു. ഫാർ ഡൗൺ ദ ബേ എ സ്ട്രിങ് ഓഫ് ഡക്സ് വെൻ ബൈ. ഒരു കൂട്ടം താറാവുകൾ, സ്ട്രിങ് ഓഫ് ഡക്സ്, ഒരു കൂട്ടം താറാവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എച്ച്ഡ് അഗെയിൻസ്റ്റ് ദ സൺറൈസ്. സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാച്ചിങ് ദം ജെറമി ഫെൽറ്റ് ഹിസ് സ്റ്റൊമക്ക് കോൺട്രാക്ട്. അങ്ങനെ അവർ ആ പക്ഷികൾ വരുന്നത് കാണുമ്പോൾ തന്നെ ജെറമി ഫെൽറ്റ് ഹിസ് സ്റ്റൊമക്ക് കോൺട്രാക്ട്. ചെറുതായിട്ട് ടെൻഷൻ അവനുണ്ടായതുകൊണ്ട് തന്നെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്നിങ്ങനെ വരണ മാതിരി പ്രോബ്ലം. അത് ടെൻഷൻ വരുമ്പോൾ പൊതുവേ നമുക്ക് വയറിൽ നിന്ന് തന്നെയാണ് പ്രശ്നം ആദ്യം തോന്നി തുടങ്ങുക. അങ്ങനെ ചെറിയൊരു അസ്വസ്ഥത അവന് തോന്നി. ടു ഈസ് ദ സെൻസ് ഓഫ് ഡ്രെഡ്. ഡ്രെഡ് എന്ന് പറഞ്ഞാൽ പേടി. ആ പേടിയെ ഒന്ന് ഈസ് ചെയ്യാൻ വേണ്ടി, ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, ഹി ടുക്ക് എ പിക്ചർ ഓഫ് ഹിസ് ഫാദർ സിൽഹൗട്ടഡ് അഗെയിൻസ്റ്റ് ദ ക്യുക്ക് സിൽവർ വാട്ടർ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തു അവൻ ക്യാമറ ഉപയോഗിച്ച്. ആ പേടിയിൽ നിന്നും അവൻ്റെ ആ ടെൻഷനൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി. ദെൻ ഹി പുട്ട് ദ ക്യാമറ ഹേസ്റ്റ്ലി ഓൺ ദ ഷെൽഫ് ആൻഡ് പിക്ക്ഡ് അപ്പ് ഹിസ് ഗൺ. അതിനുശേഷം പെട്ടെന്ന് ഫാദർ കാണാതെ തന്നെ പെട്ടെന്ന് അവൻ ക്യാമറ ഷെൽഫിൽ വെച്ച് പെട്ടെന്ന് ഗണ്ണെടുത്തു. ഹിസ് ഫാദർ കെയിം ബാക്ക് ആൻഡ് ക്രൗച്ച്ഡ് ബിസൈഡ് ഹിം. അദ്ദേഹം ഇര പിടിച്ച് വന്ന് അവൻ്റെ അടുത്ത് വന്ന് ക്രൗച്ച്ഡ് ബിസൈഡ് ഹിം. ക്രൗച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനിഞ്ഞിരിക്കുക. ബിസൈഡ് ഹിം, ബൈ ദ സൈഡ് ഓഫ് ഹിം, തൊട്ടടുത്ത് വന്ന് കുനിഞ്ഞിരുന്നു. ബൂട്ട്സ് ഡ്രിപ്പിങ്. അദ്ദേഹത്തിൻ്റെ ബൂട്ട്സ് ഡ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം ഉറ്റിറ്റ് വീഴുക. ഹാൻഡ്സ് ബ്ലൂ വിത്ത് കോൾഡ്. കൈകൾ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബെറ്റർ ലോഡ് അപ്പ്. അദ്ദേഹം അവനോട് പറഞ്ഞു ബെറ്റർ ലോഡ് അപ്പ്, പെട്ടെന്ന് ലോഡ് ചെയ്യാണ് നല്ലത്. സംടൈംസ് ദേ ആർ ഓൺ ടോപ്പ് ഓഫ് യു ബിഫോർ യു നോ ഇറ്റ്. ചില സമയത്ത് അവർ അത്ര വേഗം വരും എന്ന് ഉണ്ടാവാം. ചിലപ്പോൾ പെട്ടെന്ന് വരും അവർ. നമ്മൾ വിചാരിക്കേക്കാട്ടിലും സ്പീഡിലായിരിക്കും പക്ഷികൾ വരിക. ഹി വാച്ച്ഡ് ജെറമി ബ്രേക്ക് ഹിസ് ഗൺ ഓപ്പൺ ചെയ്ത് ഷെൽസ് ഉണ്ടകൾ അതിനോട്ട് ഇടുന്ന അത് കൃത്യമായിട്ട് അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. ക്ലോസ് ഇറ്റ് അഗെയിൻ. അവൻ വീണ്ടും അത് ക്ലോസ് ചെയ്തു. അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഐ വിൽ ലെറ്റ് യു ഷൂട്ട് ഫസ്റ്റ്. നീ ആദ്യം ഫയർ ചെയ്യേ. ഹി സെഡ്. ഹി ലോഡഡ് ഹിസ് ഓൺ ഗൺ വിത്ത് എ മെറ്റാലിക് സ്നാപ്പ്. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ഗൺ ലോഡ് ചെയ്തു. കാരണം എക്സ്പീരിയൻസ്ഡാണ്. യു നോ, ഹി സെഡ് ഹാപ്പിലി. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്. കാരണം മോനെ ഈ ഇതിലോട്ട് വരികയാണ് മോൻ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അദ്ദേഹം മോൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് പോവുക എന്നുള്ളത്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് എ ലോങ് ടൈം ഫോർ ദിസ് ഡേ. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കുറേ ആയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ജസ്റ്റ് ദ ടു ഓഫ് us, നമ്മൾ രണ്ടാളും കൂടി തമ്മിലുള്ള ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി. ഹി ബ്രോക്ക് ഓഫ് ലീനിങ് ഫോർവേഡ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ലീനിങ് ഫോർവേഡ്, ചെറുതായിട്ട് മുമ്പോട്ട് കുനിഞ്ഞ് എയിം ചെയ്യാൻ പോവാണ്. ഐസ് നാരോഡ്, ചെറുതായി കണ്ണുകളൊന്ന് ഇറക്കി
ദർ ഇസ് എ സ്മോൾ ഫ്ലൈറ്റ് നൗ, ചെറിയൊരു പക്ഷിക്കൂട്ടം വരുന്നുണ്ട്. ഹെഡഡ് ദിസ് വേ, ഈ വഴിക്കാണ് വരുന്നത്. കീപ്പ് യുവർ ഹെഡ് ഡൗൺ, തല കുനിച്ച് നിന്നോളൂ. ഐ വിൽ ഗീവ് യു ദ വേർഡ്, അവരടുത്ത് എത്താറാകുമ്പോൾ ഞാൻ നിന്നോട് പറയാം. ബിഹൈൻഡ് ദം ദ സൺ ഹാഡ് ക്ലിയർഡ് ദ ഹൊറൈസോൺ, സണ്ണ് പതായി പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങി. ഫ്ലഡിങ് ദ മാർഷസ് വിത്ത് ടോണി ലൈറ്റ്, മഞ്ഞ നിറത്തിലുള്ള ലൈറ്റ് അവിടെയെല്ലാം നിറഞ്ഞു, പ്രകാശപൂരിതമായ ആ ഏരിയ. ജെറേമി കുഡ് സീ എവറിത്തിങ് വിത്ത് ആൻ ആൾമോസ്റ്റ് അൺബിയറബിൾ ക്ലാരിറ്റി, എല്ലാം വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് ജെറേമിക്ക് കാണാൻ കഴിഞ്ഞു. ഹിസ് ഫാദേഴ്സ് ഫേസ്, എന്തൊക്കെയായിരുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്? ഹിസ് ഫാദേഴ്സ് ഫേസ് ടെൻസ് ആൻഡ് ഈഗർ, ദ ഫെയിൻറ്റ് വൈറ്റ് ഫ്രോസ്റ്റ് ഓൺ ദ ഗൺ ബാരൽസ്, അദ്ദേഹത്തിൻ്റെ ടെൻസ്ഡായിട്ടുള്ള ഫേസ്, ഈഗർനെസ്, അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ മുഖത്ത് കാണുന്നത് എല്ലാം അവൻ കാണുന്നുണ്ടായിരുന്നു. അത്രത്തോളം ലൈറ്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ഗൺ ബാരൽസിൻ്റെ മുകളിൽ ചെറുതായിട്ട് മഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ലെയർ ഉണ്ടായിരുന്നു, അതും അവന് കാണാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം സൂര്യപ്രകാശം വന്നു എന്നർത്ഥം. ഹിസ് ഹാർട്ട് വാസ് ത്രെഡിങ് വൈഡ്ലി, ഹൃദയമിടിപ്പ് കൂടി. നോ, ഹി പ്രേഡ് ഡോണ്ട് ലെറ്റ് ദം കം, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആ പക്ഷികളെ ഈ വഴിക്ക് വിടരുതേ, ദൈവത്തിനോട് പ്രാർത്ഥിക്കാനാണ്. ഡോണ്ട് ലെറ്റ് ദം കം, അവൻ ഈ വഴിക്ക് വിടരുതേ. മേക്ക് ദം സ്റ്റേ എവേ പ്ലീസ്, അവരെ ആ പക്ഷികളെ ഈ വഴിയിൽ നിന്ന് മാറ്റി വേറെ ഏതിലേക്കും വഴിയിലോട്ട് മാറ്റൂ പ്ലീസ്. ബട്ട് ദേ കെപ്റ്റ് കമ്മിങ്, ആ പ്രാർത്ഥനയൊന്നും കേട്ടില്ല, പക്ഷികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. 4 ബ്ലാക്ക്സ്, 4 ബ്ലാക്ക്. ഹിസ് ഫാദർ സെഡ്, 1 മല്ലാഡ്, അതിലൊന്ന് മല്ലാടാണ്, ഒരു വൈൽഡ് ഡക്കാണ്, ഒരു കാട്ടുതാറാവാണ്. ഹൈ എബവ് ജെറമി ഹേർഡ് ദ പൾസിങ് വിസിൽ ഓഫ് വിങ്സ്, തലയ്ക്ക് മുകളിലോട്ട് ഏതാണ്ട് വിസിൽ, ധാരാളം പൾസിങ് വിസിൽ ഓഫ് വിങ്സ്, ചിറകുകളുടെ ശബ്ദം കേട്ടു തുടങ്ങി. ആസ് ദ ഫ്ലൈറ്റ് വെൻറ്റ് ഓവർ സ്വങ് വൈഡ് ബിഗാൻ ടു സർക്കിൾ, അവരുടെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഗെറ്റ് സെറ്റ് ഹിസ് ഫാദർ വിസ്പേർഡ്, റെഡി ആവൂ, അദ്ദേഹം വളരെ പതുക്കെ പറഞ്ഞു. ഇൻ ദ കെയിം ഗ്ലൈഡിങ് ഡൗൺ ദ സൺലൈറ്റ് ഐസിൽസ് ഓഫ് സ്പേസ്, ഹെഡ്സ് റേസ് അലേർട്ട്ലി, അവർ ആ ഐസിൽസ്, ഇടനാഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുക, ഐസിൽ എന്ന് പറഞ്ഞാൽ ഇടനാഴി, ഓഫ് സ്പേസ്. ഹെഡ്സ് റേസ് അലേർട്ട്ലി, തല ഉയർത്തി വളരെ അലേർട്ടായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിങ്സ് സെറ്റ് ഇൻ എ പ്രൗഡ് കർവ്, വളരെ അഭിമാനത്തോടു കൂടി ചിറക് വിടർത്തിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദ മല്ലാഡ് വാസ് ലീഡിങ്, മല്ലാഡായിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് ഫ്ലാഷ്ഡ് ഫ്രം ദ ഇറിഡീസൻറ്റ് ഫെതേഴ്സ്, ഇറിഡീസൻറ്റ് മഴൽ നിറം, 7 നിറങ്ങൾ ഉള്ള ഒരു ഫെതേഴ്സ്, തുവലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അറൗണ്ട് ഹിസ് നെക്ക്, അവന് കഴുത്തിൽ ചുറ്റും മല്ലാടിൻ്റെ. ആൻഡ് ഗ്ലിൻറ്റഡ് ഓൺ ഹിസ് റെഡി ബ്രസ്റ്റ്, അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പക്ഷിയുടെ ബ്രസ്റ്റ്, മാറിടം. ഡൗൺ ഡ്രോപ്ഡ് ഹിസ് ബ്രൈറ്റ് ഓറഞ്ച് ഫീറ്റ് റീച്ചിങ് ഫോർ ദ സ്റ്റീൽ കളേർഡ് വാട്ടർ, ക്ലോസർ ക്ലോസർ, അവർ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നൗ ക്രൈഡ് ജെറമീസ് ഫാദർ ഇൻ എൻ എക്സ്പ്ലോസീവ് റോർ, ഇപ്പോൾ അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ഹി വാസ് ഓൺ ഹിസ് ഫീറ്റ്, ഗൺ റെഡി, ടേക്ക് ഹിം, അദ്ദേഹം റെഡിയായി, അവനോട് പറഞ്ഞു ടേക്ക് ഹിം, അന്ന് ഷൂട്ട് ചെയ്യൂ എന്ന്. ജെറേമി ഫെൽറ്റ് ഹിസ് ബോഡി ഒബേ, ജെറേമിക്ക് തോന്നി അവൻ്റെ ബോഡി ഒബേ ചെയ്യുന്നതായി തോന്നി. ഹി സ്റ്റുഡ് അപ്പ്, പെട്ടെന്ന് അവൻ നിന്നു. ലീൻഡ് ഇൻ ടു ദ ഗണ്ണിലോട്ട് ചെറുതായിട്ടൊന്ന് ലീൻ ചെയ്ത്, ചെറുതായിട്ടൊന്ന് മുമ്പോട്ട് കുനിഞ്ഞ്. ദ വേ ഹിസ് ഫാദർ ഹാഡ് ടോട്ട് ഹിം, എങ്ങനെയാണ് എയിം ചെയ്യുക എന്നുള്ളത് ഫാദർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതേമാതിരി തന്നെ ആ പൊസിഷനിൽ അവൻ ഓട്ടോമാറ്റിക്കലി വന്നു. ഹി ഫെൽറ്റ് ദ സ്റ്റോക്ക് കോൾഡ് എഗെയിൻസ്റ്റ് ഹിസ് ചീക്ക്, അതിൻ്റെ മെറ്റൽ പോർഷൻ, ഗണ്ണിൻ്റെ മെറ്റൽ പോർഷൻ ചെറുതായി കവിളെ തൊട്ട് ആ തണുപ്പ് അവന് അനുഭവപ്പെട്ടു. സോ ദ ട്വിൻ മസിൽസ് റൈസ്, ഇരട്ടക്കുഴലിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് അവന് തോന്നി. അണ്ടർ ഹിസ് ഫിംഗർ ദ ട്രിഗർ കർവ്ഡ് സ്മൂത്ത് ആൻഡ് ഫൈനൽ ആൻഡ് ഡെഡ്ലി, ട്രിഗറിൻ്റെ അടുത്ത് അവൻ്റെ വിരൽ വന്ന് നിന്നു. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഡ്ലി ആവും, പിന്നെ അത് ഫയറാവും, പക്ഷി ചത്തു വീഴും, അതാണ് ഡെഡ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ സെയിം ഇൻസ്റ്റൻറ്റ്, അതേ നിമിഷം, നിമിഷം, സെയിം ഇൻസ്റ്റൻറ്റ്, അതേ നിമിഷം, ദ ഡക്സ് സോ ദ ഗണ്ണേഴ്സ് ആൻഡ് ഫ്ലൈഡ് വൈൽഡ്ലി, പെട്ടെന്ന് ആ പക്ഷികൾ ഇവർ രണ്ടുപേരെയും കണ്ടു, അവർ വയലിൽ പെട്ടെന്ന് അങ്ങനെ സ്പീഡ് കൂട്ടി പറക്കാൻ തുടങ്ങി. അപ്പ് വെൻറ്റ് ദ മല്ലാഡ് ആസ് ഇഫ് ജർക്ക്ഡ് ബൈ ആൻ ഇൻവിസിബിൾ സ്ട്രിങ്, കീഴടക്കാൻ പറ്റാത്ത ഒരു ചങ്ങല പോലെ അവർ പെട്ടെന്ന് പറക്കാൻ തുടങ്ങി, സ്പീഡ് കൂട്ടി. ഫോർ എ സെക്കൻഡ് ഹി ഹങ് ദ പോയ്സ്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സൺ, ഒരു നിമിഷം അങ്ങനെ ഹോൾഡ് ചെയ്തു അവർ, ഒരു നിമിഷം പോയ്സ്ഡ് അഗെയിൻസ്റ്റ്, ഇവരെ നോക്കിക്കൊണ്ട്, അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സൺ, ബാലൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. ആ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു നിമിഷമായിരുന്നു ആ പക്ഷികളെ സംബന്ധിച്ചോളം. ഷൂട്ട് സെഡ് സംതിങ് ഷാർപ്പ്ലി ഇൻ ജെറമീസ് ബ്രെയിൻ, ജെറമിയുടെ ബ്രെയിനിൽ നിന്നും ആ ഒരു സൗണ്ട് കേട്ടു തുടങ്ങി, ഷൂട്ട് ചെയ്യൂ എന്ന്. ആൻഡ് ഹി വെയിറ്റഡ് ഫോർ ദ സ്ലാം ഓഫ് ദ എക്സ്പ്ലോഷൻ, അത് വെടിയുണ്ടയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ബട്ട് ഇറ്റ് ഡിഡിൻ കം, പക്ഷേ അത് ഉണ്ടായില്ല, സംഭവിച്ചില്ല, അവന് വെടിവെക്കാൻ കഴിഞ്ഞില്ല. അപ്പ് വെൻറ്റ് ദ മല്ലാഡ് ഹയർ സ്റ്റിൽ അണ്ടിൽ സഡൻലി ഹി ടിപ്ഡ് എ വിങ്
കോട്ട് ദ ഫുൾ ഫോഴ്സ് ഓഫ് വിൻഡ് ആൻഡ് വേൾഡ് എവേ ഔട്ട് ഓഫ് റേഞ്ച്. പെട്ടെന്ന് പക്ഷികൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിപ്പോയി, പെട്ടെന്ന് പറന്നുപോയി, അവർ കൺവെട്ടത്തിൽ നിന്നും മറഞ്ഞുപോയി. ദർ വാസ് നോ സൗണ്ട് എക്സെപ്റ്റ് ദ ഫെയിൻറ്റ് റസിൽ ഓഫ് ദ ഗ്രാസസ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരുവിധ സൗണ്ടും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ദ ഫെയിൻറ്റ് റസിൽ ഓഫ് ഗ്രാസസ്, കാറ്റത്ത് പുല്ലുകൾ നാടുന്ന ആ ശബ്ദം മാത്രം. ജെറമി സ്റ്റുഡ് ദർ ഗ്രിപ്പിംഗ് ഹിസ് ഗൺ. ജെറമി അവിടെ നിന്നു, ആ ഗണ്ണ് കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട്. വെൽ ഹിസ് ഫാദർ സെഡ് അറ്റ് ലാസ്റ്റ് വാട്ട് ഹാപ്പൻ. ഫാദർ അവൻ്റെ അടുത്ത് വന്നു, എന്തു പറ്റി? ദ ബോയ് ഡിഡ് നോട്ട് ആൻസർ, ഹിസ് ലിപ്സ് വേർ ട്രംബ്ലിങ്. ചുണ്ടുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു. അവനൊന്നും മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന്. ഹിസ് ഫാദർ സെഡ് ഇൻ ദ സെയിം കൺട്രോൾഡ് വോയിസ്, വൈ ഡിഡിൻ യു ഷൂട്ട്? നീ എന്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാതിരുന്നത്? ജെറമി തംബ്ഡ് ബാക്ക് ദ സേഫ്റ്റി ക്യാച്ച്. ഗണ്ണിൻ്റെ സേഫ്റ്റി ക്യാച്ച് പിറകോട്ട് മാറ്റി. ഹി സ്റ്റുഡ് ദ ഗൺ കെയർഫുള്ളി ഇൻ ദ കോർണർ ഓഫ് ദ ബ്ലൈൻഡ്. ആ ഒരു പിറ്റിൻ്റെ കോർണറിലോട്ട് മാറ്റി വെച്ചു. ബിക്കോസ് ദേ വർ സോ അലൈവ്, ഹി സെഡ് ആൻഡ് ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അത്രത്തോളം അലൈവായിരുന്നു, അത്രത്തോളം ജീവനുറ്റതായിരുന്നു ആ പക്ഷികൾ. അതുകൊണ്ട് എനിക്ക് വെടിവെക്കാൻ കഴിഞ്ഞില്ല. ഹി സെഡ് ആൻഡ് ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ്. എന്നിട്ട് കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി. ഹി സാറ്റ് ഓൺ ദ റഫ് ബെഞ്ച്. ആ ബെഞ്ചിലോട്ട് ഇരുന്നു. ഫേസ് ബുറീഡ് ഇൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ്. കൈകളിൽ തല താഴ്ത്തി കരയാൻ തുടങ്ങി. ആൾ ഹോപ്പ് ഓഫ് പ്ലീസിങ് ഹിസ് ഫാദർ വാസ് ഗോൺ. ഫാദറിനെ പ്ലീസ് ചെയ്യുക, ഫാദറിനെ ഹാപ്പി ആക്കുക എന്നുള്ളത് അവൻ്റെ ആ എല്ലാ ഉദ്ദേശവും, ആ ഹോപ്പും പ്രതീക്ഷയും നശിച്ചു പോയി. ഹി ഹാഡ് ഹിസ് ചാൻസ് ആൻഡ് ഹി ഹാഡ് ഫെയിൽ. അവൻ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അവിടെ ഫാദറിനെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത്, അത് അവനോട് കഴിഞ്ഞില്ല. ആൻഡ് ഹി ഹാഡ് ഫെയിൽ. ഫോർ എ ലോങ് മൊമെൻറ്റ് ഹിസ് ഫാദർ വാസ് സൈലൻറ്റ്. കുറേ നേരം അദ്ദേഹം മിണ്ടാതിരുന്നു. ദെൻ ജെറേമി ഫെൽറ്റ് ഹിം ഡ്രോപ്പ് ഡൗൺ ബിസൈഡ് ഹിം. ഹിയർ കംസ് എ സിംഗിൾ, ലെറ്റസ് ട്രൈ എഗെയിൻ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹിയർ കംസ് എ സിംഗിൾ, ഒരു പക്ഷി തനിയെ വരുന്നുണ്ട്, നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം. ജെറേമി ഡിഡ് നോട്ട് ലോവർ ഹിസ് ഹാൻഡ്സ്. ഇറ്റ് ഈസ് നോ യൂസ് ഡാഡ്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നോ യൂസ് ഡാഡ്, ഐ കാൺ, എന്നെക്കൊണ്ട് കഴിയില്ല. ഹറി, ഹിസ് ഫാദർ സെഡ് റഫ്ലി. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ചെറുതായിട്ട് റഫായി. പെട്ടെന്നാവട്ടെ. യു വിൽ മിസ് ഹിം ഹിയർ. കോൾഡ് മെറ്റൽ ടച്ച് ജെറേമി. ഒരു തണുത്ത മെറ്റൽ അവൻ്റെ ടച്ച് ചെയ്തതായിട്ട് അവന് ഫീൽ ചെയ്തു. ഹി ലുക്ക്ഡ് അപ്പ്. അവൻ കണ്ണ് തുറന്ന് മേപ്പെട്ട് നോക്കി. ലുക്ക് അപ്പ്, അദ്ദേഹത്തിനെ നോക്കി. കാരണം അവനോട് തല കുനിച്ചിരിക്കുകയായിരുന്നു. അൺബിലീവിങ്, അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹിസ് ഫാദർ വാസ് ഹാൻഡിങ് ദ ക്യാമറ ടു ഹിം. ക്യാമറയായിരുന്നു ഇപ്രാവശ്യം അദ്ദേഹം അവനോട് നേരെ നീട്ടിയത്. ക്യുക്ക്, പെട്ടെന്നാവട്ടെ. ഹി സെറ്റ് സോഫ്റ്റ്ലി, ഹി വോണ്ട് ഹാങ് അറൗണ്ട് ആൾ ദ ഡേ. പെട്ടെന്നാവട്ടെ, അവന് ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യൂ എന്നർത്ഥം. ഹി വോണ്ട് ഹാങ് അറൗണ്ട് ആൾ ദ ഡേ. നിനക്ക് വേണ്ടി മുഴുവൻ നേരം അദ്ദേഹം, അല്ലെങ്കിൽ മുഴുവൻ ദിവസം ആ പക്ഷി അവിടെ നിൽക്കില്ല. ഇൻ സ്വെപ്റ്റ് എ ബിഗ് പിൻടെയിൽ ഡ്രേക്ക് ഡ്രൈവിംഗ് ലോ അക്രോസ് ദ വാട്ടർ. വെള്ളത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷി. സ്കിഡിങ് റൈറ്റ് ഇൻ ടു ദ ഡിക്കോയ്സ്. ആ ഡിക്കോയിനെ അല്ലെങ്കിൽ എരയെ നോക്കിയും കൊണ്ടാണ് പക്ഷി വന്നുകൊണ്ടിരിക്കുന്നത്. ജെറേമീസ് ഫാദർ ക്ലാപ്ഡ് ഹിസ് ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ കൈകൾ കൂട്ടിമുട്ടിച്ചു. എ സൗണ്ട് ലൈക്ക് എ പിസ്റ്റൾ ഷോട്ട്. പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി, കാരണം ആ പക്ഷിയെ ആകർഷിക്കാൻ വേണ്ടി, പെട്ടെന്ന് പക്ഷി തല ഉയർത്തി നോക്കുന്നതിന് വേണ്ടി. ദ സ്പ്ലെൻഡിഡ് ബേർഡ് സോഡ്, ഫീറ്റ് റിട്രാക്റ്റഡ്. പെട്ടെന്ന് കാലുകൾ പുറകോട്ട് പെട്ടെന്ന് പറന്നു പോകാൻ വേണ്ടി അത് റെഡിയായി. ഹെഡ് റേസ്ഡ്, വിങ്സ് ഫ്ലെയിലിംഗ്, വൈറ്റ് ബ്രസ്റ്റ് ഗ്ലീമിങ്. ദെൻ ഹി വാസ് ഗോൺ. ഒരു നിമിഷം അങ്ങനെ നിന്നു. അതെന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അവനത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി, ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അവനെടുക്കാൻ വേണ്ടി ഒരു പോസിന് വേണ്ടിയിട്ടാണ് ആ സൗണ്ട് ഉണ്ടാക്കിയത്. പക്ഷി പറന്നു പോവുകയും ചെയ്തു. ജെറമി ലോവേഡ് ദ ക്യാമറ. ഐ ഗോട്ട് ഹിം, ഹിസ് ഫേസ് വാസ് റേഡിയൻറ്റ്. ജെറമി ക്യാമറ താഴ്ത്തി എന്ന് പറഞ്ഞു. ഐ ഗോട്ട് ഹിം, എനിക്ക് അവനെ കിട്ടി. ഹിസ് ഫേസ് വാസ് റേഡിയൻറ്റ്. മുഖം ചുമന്ന് തൊടുത്തു. റേഡിയൻ്റ് ചുമന്ന് തൊടുത്തു. ഡിഡ് യു, ഹിസ് ഫാദേഴ്സ് ഹാൻഡ്സ് ടച്ച്ഡ് ദ ബോയ്സ് ഷോൾഡർ ബ്രീഫ്ലി. നിനക്ക് കിട്ടിയോ എന്ന് പറഞ്ഞ അദ്ദേഹം അവൻ്റെ ഷോൾഡറിൽ ചെറുതായി ടച്ച് ചെയ്തു. ദാറ്റ്സ് ഗുഡ്, വളരെ നന്നായി. ഹി ലുക്ക്ഡ് അറ്റ് ഹിസ് സൺ ആൻഡ് ജെറമി സോ ദാറ്റ് ദർ വാസ് നോ ഡിസപ്പോയിൻമെൻറ്റ് ഇൻ ഹിസ് ഹൈസ്. അവൻ ഫാദറിൻ്റെ കണ്ണുകളിലോട്ട് നോക്കി. അവിടെ എന്തെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ്, എന്തെങ്കിലും അനിഷ്ടം തോന്നുന്നുണ്ടോ എന്നുള്ളത് പക്ഷെ ഉണ്ടായിരുന്നില്ല. ഓൺലി പ്രൈഡ് ആൻഡ് സിമ്പതി ആൻഡ് ലവ്. അവിടെ ഉണ്ടായിരുന്നത് പ്രൈഡ്, അഭിമാനവും സിമ്പതിയും, അവനോടുള്ള ദയാവായ്പും അവനോടുള്ള സ്നേഹവും, ആൻഡ് ലവ്. ഇറ്റ് ഈസ് ഓക്കെ സൺ, കുഴപ്പമില്ല മോനെ. ഐ വിൽ ആൾവേസ് ലവ് ഷൂട്ടിങ്. എനിക്ക് ഷൂട്ടിങ് വളരെ ഇഷ്ടമാണ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ യു ഹാവ് ടു. പക്ഷെ അതുകൊണ്ട് നീ അത് ചെയ്തോളണം എന്നില്ലല്ലോ. സംടൈംസ് ഇറ്റ് ടേക്സ് ആസ് മച്ച് കറേജ് നോട്ട് ടു ഡു എ തിങ് ആസ് ടു ഡു ഇറ്റ്. ചില സമയങ്ങളിൽ എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കാൻ ധൈര്യം വേണം. എന്തിനേക്കാൾ ധൈര്യം വേണം? ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ധൈര്യം വേണം. ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനാണ് കൂടുതൽ ധൈര്യം വേണ്ടത്, ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. ഹി പോസ്. ഒരു നിമിഷം അദ്ദേഹം നിർത്തി. തിങ്ക് യു കുഡ് ടീച്ച് മീ ഹൗ ടു വർക്ക് ദാറ്റ് ക്യാമറ.
മോനെ ഈ ക്യാമറ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കാമോ എന്നും പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ആക്ച്വലി കഥ. അപ്പോൾ ഇത് ജെറമീസ് ഫസ്റ്റ് ഹണ്ട്, ജെറമിയുടെ ആദ്യത്തെ ഹണ്ട്, വേട്ട എന്നർത്ഥം. അതായിരുന്നു കഥ നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ അത് ഇതിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തേത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഈ വീഡിയോ ജസ്റ്റ് go through and what you have to do is just go through, see the video and try to write down. This is very important for you.